നമസ്കാരം. നിങ്ങൾ ഓയിൽ പേസ്റ്റസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതേപോലെയുള്ള സീനറീസ് വരയ്ക്കാറുണ്ടോ? എങ്കിൽ ഞാനൊരു അടിപൊളി ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ പുല്ലൊക്കെ വരയ്ക്കുന്ന സമയത്ത്, അതായത് ലാൻഡ്സ്കേപ്പ് വരയ്ക്കുന്ന സമയത്ത്, ഇതേപോലെയുള്ള ഗ്രാസ് വരയ്ക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ വീഡിയോ ഒക്കെ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ ഒരു ടൂൾ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? പലരും അതൊക്കെ യൂസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഗ്രാസസ് വരച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഒരുപാട് എഫക്റ്റ് നമുക്ക് ഈ ടൂൾ വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും, ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതിൽ ഗ്രാസ് എങ്ങനെ വരയ്ക്കാമെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അതിൻ്റെ ഒരു കോർണർ ഭാഗം, മോനയായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഭാഗം കൊണ്ട് നമുക്ക് ഇതേപോലെ കോംബ് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പുല്ലുകൾ, അതായത് ഗ്രാസൊക്കെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചോളൂ, ഒരുപാട് ബലം കൊടുക്കരുത്. കാരണം പേപ്പർ കീറിപ്പോകാൻ, നല്ല മോനയുള്ള ഭാഗം കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പേപ്പർ കീറിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. വളരെ സോഫ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം കളർ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എവിടെ ഏതൊക്കെ കളർ വേണം, ലൈറ്റ് ആൻഡ് ഷാഡോസ് ഒക്കെ നോക്കിയിട്ട് ആവശ്യമുള്ള കളർ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത ശേഷം ഗ്രാസ് വേണ്ടവിടെ അതിൻ്റെ എഡ്ജ് ഭാഗം കൊണ്ട് ഇതേപോലെ കോംബ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ ലൈൻസ് ഇടുന്നതാണ് നമ്മൾ കോംബിങ് എന്നാണ് പറയുക, കോംബിങ് ടെക്നിക്ക് എന്നാണെന്ന് പറയാം. സോ ആ ഒരു ടെക്നിക്കിൻ്റെ പേരൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, കോംബിങ് ടെക്നിക്കാണെന്ന് പറയാം. സോ അങ്ങനെ ഇതേപോലെ ലൈൻസ് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഗ്രാസ് ഏത് ഷേപ്പിലാണ് വളർന്ന് നിൽക്കുന്നത്, ഏത് വലുപ്പം വേണം, ഏത് ആംഗിളിലേക്കാണ് നിൽക്കുന്നത് എന്നൊക്കെ നോക്കി മനസ്സിലായിട്ട് ആ ഒരു സൈഡിലോട്ട് ആ ഒരു രീതിയിൽ ഗ്രാസ് വരച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ അതേ മാത്രമല്ല, ഇതേപോലെ ട്രീ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ട്രീൻ്റെ മേലെ ഉണ്ടാകുന്ന ടെക്സ്ചർ, ഇപ്പോൾ ട്രീയുടെയൊക്കെ തൊലി, മേലത്തെ തൊലി ഭാഗം, സ്കിന്നിൻ്റെ ഭാഗം, നല്ല ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെയുള്ള വുഡിൻ്റെ ലൈറ്റ് ആൻഡ് ഷാഡോസ് കാര്യങ്ങൾ, ഇപ്പോൾ ലൈറ്റ് വരുന്ന ഭാഗമൊക്കെ നമ്മൾ കളർ ചെയ്യുമ്പോൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഭയങ്കര എഫക്റ്റീവാണ്, നല്ല റിസൾട്ടാണ്, നല്ല ഈസി ആയിട്ട്. ഇപ്പോൾ ഓയിൽ പേസ്റ്റ് കൊണ്ട് ഡയറക്റ്റ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് വലുതായി, കുട്ടികളൊക്കെ ചെയ്യുന്ന സമയത്ത് ലൈൻസ് വലുതായി പോകാനും ഷേപ്പ് കറക്റ്റായി വരാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര നല്ല റിസൾട്ടായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഇതേപോലെയുള്ള ഡ്രോയിങ്സുകൾ ചെയ്യുന്ന സമയത്ത് ഈ ടെക്നിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇനി ഇതേപോലെയുള്ള ഡ്രോയിങ്സിൻ്റെ ടിപ്സും ടെക്നിക്കൊക്കെ മനസ്സിലാക്കാനായിട്ട്, വീഡിയോസ് കിട്ടാനായിട്ട് ഈ ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പോൾ നിങ്ങളുടെ ആർട്ടൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരനക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ.